نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യർ അവർ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്, അവർ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് അവരുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തന്നെയാണ്. അവരുടെ താല്പര്യങ്ങളെക്കാളും അവരുടെ ഇഷ്ടങ്ങളെക്കാളും അവർ പ്രാമുഖ്യം നൽകേണ്ടത് അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്കുമാണ്. സമൂഹത്തിൽ എത്ര തന്നെ നന്മകൾ ചെയ്യുന്ന ആളുകളായിക്കൊള്ളട്ടെ, ഭരണാധികാരികളായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ഏതെല്ലാം മേഖലയിലും കഴിവുകളുള്ള ആളുകളായിക്കൊള്ളട്ടെ, സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, ഉറ്റമിത്രങ്ങളായിക്കൊള്ളട്ടെ, സഹോദരങ്ങളായിക്കൊള്ളട്ടെ, കൂടപ്പിറപ്പുകളായിക്കൊള്ളട്ടെ, മാതാപിതാക്കളായിക്കൊള്ളട്ടെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായിക്കൊള്ളട്ടെ, അവരെല്ലാവരെക്കാളും ഒരുവൻ ഇഷ്ടപ്പെടേണ്ടതും അവൻ സ്നേഹിക്കേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവനെ സൃഷ്ടിച്ചത്. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന്, പറയപ്പെടാൻ പോലും പറ്റാത്ത ഒരു ഘട്ടത്തിൽ നിന്ന് അവനെ ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ച് പാകപ്പെടുത്തിയെടുത്തവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഗർഭാശയങ്ങളിൽ വെച്ചാകട്ടെ, അതിൻ്റെ പുറത്താകട്ടെ, ഘട്ടം ഘട്ടമായി അവനെ വളർത്തിയെടുത്തവൻ, അവനെ യുവാവാക്കിയവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു തന്നെ പറയുന്നത് പോലെ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ, മനുഷ്യൻ പറയപ്പെടാൻ പോലും പറ്റാത്ത, പ്രസ്താവിക്കപ്പെടാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടം അവനുണ്ടായിട്ടില്ലേ? അല്ലാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് മറ്റെല്ലാരേക്കാളും ഉപരി സ്നേഹിക്കാൻ അവന് ഏറ്റവും സ്നേഹിക്കേണ്ടത് അവനെയാണ്. അതുപോലെ തന്നെ ആ സൃഷ്ടാവിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുത്കൃഷ്ടമായ ഗുണവിശേഷണങ്ങൾ, അവൻ്റെ ഉന്നതമായ കഴിവുകൾ, അത് മുഖേനയും അത് കാരണത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റാരേക്കാളും സ്നേഹിക്കപ്പെടേണ്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ എല്ലാ നന്മയുടെ വിശേഷണങ്ങളും കഴിവുകളുമെല്ലാം ഏറ്റവും പാരമ്യതയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവൻ റഹീമാണ്, അവനാണ് എല്ലാവരേക്കാളും കാരുണ്യമുള്ളവൻ, അവൻ വദൂദാണ്,
അവൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നവനാണ്. എല്ലാവരെയും, അവന്റെ അടിമകളെ മറ്റെല്ലാവരേക്കാളും ഇഷ്ടപ്പെടുന്നവനാണ്. അതുപോലെ തന്നെ കാരുണ്യമുള്ളവനാണവൻ. ഒരു മാതാവിന് തന്റെ കൈക്കുഞ്ഞിനോടുള്ള കാരുണ്യത്തേക്കാൾ ഏറ്റവും കാരുണ്യമുള്ളവനാണ് റബ്ബിന് തന്റെ അടിമകളോട്. അതുപോലെ തന്നെ അവൻ ഖദീറാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. അവനൊരു കാര്യം ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ തന്നെ, ഉദ്ദേശിച്ചാൽ തന്നെ ആ കാര്യം അതാ കുൻ ഫയകൂൻ, അതുണ്ടാകുന്നു. കുൻ എന്ന് പറയേണ്ട താമസം അതുണ്ടാകുന്നു. അവൻ ജമീലാണ്, എല്ലാവരേക്കാളും ഭംഗിയുള്ളവനാണ്, എല്ലാത്തിനേക്കാളും ഭംഗിയുള്ളവനാണ്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഭംഗി കണ്ട് അവരുടെ കൈകൾ മുറിഞ്ഞത് ആ സ്ത്രീകൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിന്റെ, അദ്ദേഹത്തിന്റെ സൃഷ്ടാവായ റബ്ബിന്റെ ഭംഗി എത്രയായിരിക്കും. മനോഹരമായ സ്ഥലങ്ങൾ കാണുന്നവരാണ് നമ്മൾ. ആ സ്ഥലങ്ങളുടെ സൃഷ്ടാവായ റബ്ബിന്റെ ഭംഗി എത്രയായിരിക്കും. അതുപോലെ തന്നെ അവൻ അലിയാണ്, അവൻ ഏറ്റവും ഉയരത്തിലുള്ളവനാണ്, അവൻ കബീറാണ്, എല്ലാത്തിനേക്കാളും വലിയവനാണ്. അങ്ങനെ അവന്റെ വിശേഷണങ്ങൾ തീരുന്നില്ല. അവൻ അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. അങ്ങനെ അവന്റെ പൂർണ്ണതയുടെ വിശേഷണങ്ങളാലും കഴിവുകളാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാവരേക്കാളും സ്നേഹിക്കപ്പെടേണ്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു നൽകിയ അനുഗ്രഹങ്ങളാലും അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് മാർഗദർശനം നൽകി, നമുക്ക് ഭക്ഷണം നൽകുന്നു, വെള്ളം നൽകുന്നു, ആരോഗ്യം നൽകുന്നു, ഉപജീവനം നൽകുന്നു, സമ്പത്ത് നൽകുന്നു, സന്താനങ്ങളെ നൽകുന്നു. ഓരോ നിമിഷവും അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നാം ജീവിക്കുകയാണ്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ ക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ, നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ, അതെല്ലാം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. എന്തെല്ലാം ആസ്വാദനങ്ങൾ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ, എന്തെല്ലാം അനുഗ്രഹങ്ങളിൽ നിങ്ങൾ മുങ്ങിക്കുളിക്കുന്നുണ്ടോ, അതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് അവന്റെ ഔദാര്യമായി ഓശാരമായി നൽകിയതാണ്. അതുകൊണ്ട് ആ അനുഗ്രഹങ്ങളാലും അതിലേറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത്. ഒരുവനെ അല്ലാഹു ഇസ്ലാമിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത്, അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിക്കുക എന്നുള്ളത്. അങ്ങനെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ മൂടിപ്പൊതിഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിലും അവൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ അർത്ഥത്തിലും അവൻ സ്നേഹിക്കപ്പെടേണ്ടവനാണ്. കുഫാറുകളെപ്പോലും അവൻ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇസ്ലാമിൽ ജനിക്കാത്ത ആളുകൾ അവരെപ്പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാൻ, സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കാൻ അങ്ങേയറ്റം ഉദ്ദേശിക്കുന്നവനാണ്, അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവനാണ്. എന്നാൽ അവരുടെ ചെയ്തികളാൽ അവർക്ക് നരകം തന്നെ മതിയെന്നാണ് അവരുടെ ചെയ്തികൾ കൊണ്ടവർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകൾ പൊറുക്കുന്നവനാണവൻ. നമ്മുടെ തെറ്റുകൾ ഈ ദുനിയാവിൽ നിന്ന് മറച്ചുവെക്കുകയും പരലോകത്ത് വെച്ച് ആ തെറ്റുകൾക്ക് നമുക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവനാണവൻ. ഈ ദുനിയാവിൽ എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും, അതെല്ലാം ഒരുപക്ഷെ മറ്റാരും അറിഞ്ഞിട്ടുണ്ടാകില്ല. നമ്മളിൽ തന്നെ ഒതുങ്ങിയ പല തെറ്റുകളും ഉണ്ടാകും. അതെല്ലാം മറ്റു സൃഷ്ടികളിലേക്ക് എത്താതെ, അവരറിയാതെ അത് മറച്ചുവെക്കുന്നവനവനാണ്. അതുപോലെ തന്നെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അത് പുറത്തു നൽകുന്നവനും അവനാണ്. അവൻ അല്ലദീ യത്മഉ അൻ യഗ്ഫിറ ലി ഖതിഅതി യൗമദ്ദീൻ. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അടിമകളുടെ പാപങ്ങൾ, തെറ്റുകൾ പുറത്തു നൽകുന്നവനവനാണ്. അത്തരത്തിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകുന്ന, പാപങ്ങൾ ചെയ്യുന്ന അവസരത്തിൽ, ആ ചെയ്ത അവസരത്തിൽ ഉടനെ തന്നെ നമ്മെ പിടികൂടാതെ നമുക്ക് അവസരങ്ങൾ തരുന്ന, നമ്മൾക്ക് തൗബ ചെയ്യാൻ അവസരങ്ങൾ നീട്ടിത്തരുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, നമ്മൾ തൗബ ചെയ്യുന്ന വേളയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമുക്ക് പാപങ്ങൾ പുറത്തു നൽകുന്ന റബ്ബ് അവൻ ഏറ്റവും അധികം മറ്റെല്ലാവരേക്കാളും സ്നേഹിക്കപ്പെടേണ്ടവനാണ്. അതുപോലെ തന്നെ സന്നിഗ്ധഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാവരുടെയും
മുസ്ലിമിന്റെയും കാഫിറിന്റെയും മതമില്ലാത്തവന്റെയും മതമുള്ളവന്റെയും എല്ലാവരുടെയും അവലംബം, എല്ലാവരുടെയും അത്താണി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതുപോലെ അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅ വയക്ഷിഫു സൂ, ആരാണ് പ്രയാസപ്പെട്ടു നിൽക്കുന്നവൻ, കുടുങ്ങി നിൽക്കുന്നവനെ സഹായിക്കുന്നവൻ ആരാണ്? അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയുക ഞാൻ അവരുടെ അടുത്തു തന്നെയുണ്ട് എന്ന് പറയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ എല്ലാ വാതിലുകളും അവന്റെ മേൽ കൊട്ടിയടക്കപ്പെടുമ്പോൾ ഇനി ഒരു പ്രതീക്ഷയുമില്ലാതെ അവൻ അന്താളിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവൻ സഹായം ചോദിച്ചതും അവന്റെ പ്രയാസങ്ങൾ നീങ്ങുകയും അല്ലാഹു അവന് ഉത്തരം ചെയ്യുകയും ചെയ്യുന്നു. അത്തരത്തിൽ പ്രയാസങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നവരെ രക്ഷപ്പെടുത്തുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ആർത്തത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാവരെക്കാളും സ്നേഹിക്കപ്പെടാൻ അർഹനാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അവൻ നമ്മുടെ സൃഷ്ടാവാണ്. അവനിലാണ് അങ്ങേയറ്റം എല്ലാ തരത്തിലുമുള്ള ഗുണവിശേഷണങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സർവോപരി അനുഗ്രഹങ്ങളാൽ അവൻ നമ്മെ ചുറ്റിപ്പൊതിയുന്നു. അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഏത് പ്രയാസഘട്ടങ്ങളിലും അള്ളാഹു നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ അള്ളാഹുവിനെ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതുണ്ട്. അവനാണ് ഏറ്റവും അധികം സ്നേഹിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തിന് രാത്രി നിസ്കാരത്തിൽ സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും നിസാവുമെല്ലാം ഓതി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടുത്തെ കാലിന് നീര് കെട്ടുന്നതുവരെ അവിടത്തേക്ക് നിസ്കരിക്കാൻ സാധിച്ചിട്ടുള്ളത് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണ്. സലഫുകളിൽപ്പെട്ട സ്വാലിഹീങ്ങൾക്ക് അവർക്ക് പകൽ മുഴുവൻ നോമ്പെടുക്കാൻ സാധിച്ചതും രാത്രിയിൽ ഒരുപാട് നേരം നിസ്കരിക്കാൻ സാധിച്ചതും അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണ്. യുദ്ധവേളയിൽ തന്റെ ശരീരങ്ങൾ അറ്റുവീഴുമ്പോഴും ഇസ്ലാമിന്റെ കൊടികൾ സ്വഹാബികൾക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അങ്ങേയറ്റത്തെ ഹുബ്ബ് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാരേക്കാളും മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കാനും നമ്മുടെ തൃപ്തികളെക്കാളും നമ്മുടെ ആഗ്രഹങ്ങളെക്കാളും നമ്മുടെ ഇഷ്ടങ്ങളെക്കാളും അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻഗണന കൊടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സാധാരണ ദിവസങ്ങളിൽ സുബ്ഹിക്ക് എണീക്കാത്ത, ഫജ്റിന് എണീക്കാത്ത, ഫജ്ർ നിസ്കരിക്കാത്ത ആളുകൾ, രാത്രി ഉറക്കമൊഴിക്കാത്ത യുവാക്കൾ, ആളുകൾ ഇനിയുള്ള അടുത്ത ചില ദിവസങ്ങളിൽ അവർ ഉറക്കമൊഴിക്കാൻ ആരംഭിക്കുകയും ഫജ്റിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേൽക്കാത്ത ആളുകൾ ആ നേരങ്ങളിൽ താൽപര്യപൂർവം അങ്ങേയറ്റം ആകാംക്ഷപൂർവം അവർ എഴുന്നേൽക്കാൻ പോകുന്ന ചില ദിവസങ്ങളാണ് നമുക്ക് മുന്നിൽ ഇനി വരാനുള്ളത്. അവരോട് ചോദിക്കപ്പെട്ടാൽ, ആ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ, അവരോട് ചോദിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും അധികം ഇഷ്ടം, നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അവർ ഒരുപക്ഷെ പറയും, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെയാണ്, അള്ളാഹുവിനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നവർ പറയും. എന്നാൽ അവരുടെ പ്രവർത്തികൾ കൊണ്ട്, അവരുടെ ചെയ്തികൾ കൊണ്ട് അതിന് നേർവിപരീതമാണ് അവർ പ്രവർത്തിക്കുന്നത്. റബ്ബിനോടുള്ള കടമകൾ നിർവഹിക്കാത്ത ആളുകൾ, റബ്ബിനോട് കൂറുപുലർത്താത്ത ജീവിതം നയിക്കുന്ന ആളുകൾ, അവരതാ ഈ ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ, ഈ ഒരു സീസൺ എത്തിക്കഴിഞ്ഞാൽ റബ്ബിനേക്കാൾ കൂടുതൽ സ്നേഹം അവർക്ക് ഈ പറയുന്ന ആളുകളോടുണ്ട് എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ
എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്ന രൂപത്തിൽ അവരുടെ ചെയ്തികൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതുപോലെ വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ ചില പങ്കാളികളെ, അള്ളാഹുവിന് ചില പങ്കാളികളെ സ്വീകരിച്ചിരിക്കുന്നു. മറ്റുള്ള മുശ്രിക്കീങ്ങളുടെ ദൈവങ്ങളെ സംബന്ധിച്ച്, ഇലാഹുകളെ സംബന്ധിച്ചാണ് പരാമർശമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അടുത്ത വാചകം യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ ഈ പറഞ്ഞ ആളുകളെ സ്നേഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ, ഈ ലോകകപ്പിന്റെ ഈ ആവേശങ്ങൾ എത്തിക്കഴിഞ്ഞാൽ മുസ്ലിം യുവാക്കൾ അവർ മത്സരിച്ചുകൊണ്ട് ചില കളിക്കാരുടെ കട്ടൗട്ടുകൾ ഉയർത്തുന്നതും അതിൽ പാലഭിഷേകം നടത്തുന്നതും അള്ളാഹുവിന് കൊടുക്കേണ്ടതുപോലെയുള്ള ചില വാഴ്ത്തലുകൾ അവർക്ക് നൽകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ഈ ആയത്തിന്റെ അർത്ഥത്തിൽ ഈ രൂപത്തിൽ ഇത് വരുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട വസ്തുതയാണിത്. അവരുടെ ടീമുകൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ജീവനൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മുസ്ലിം യുവാക്കൾ അവർ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഇവരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ കൊടുക്കാത്ത ആളുകൾ, ഉറക്കമൊഴിയാത്ത ആളുകൾ, പ്രഭാതത്തിൽ എഴുന്നേൽക്കാത്ത ആളുകൾ, നിസ്കാരങ്ങൾ നിർവഹിക്കാത്ത ആളുകൾ ഈ ഒരു സീസൺ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആവേശപൂർവ്വം എഴുന്നേൽക്കാനും ഉറക്കമൊഴിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് എന്നുള്ള ആയത്ത് അവർ പരിശോധിച്ചു നോക്കട്ടെ. എന്നാൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങൾ അവർ അല്ലാഹുവിനോട് കഠിനമായ സ്നേഹമുള്ളവരാകുന്നു. ലോകം മുഴുവൻ ഒരു പന്തിന്റെ പിന്നാലെ പോകുമ്പോൾ, അതിന്റെ പിന്നാലെ അവർ സഞ്ചരിക്കുമ്പോൾ പള്ളികളിൽ നിന്ന് ഹയ്യാലൽ സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരുവിൻ, വിജയത്തിലേക്ക് വരുവിൻ എന്നുള്ള അള്ളാഹുവിന്റെ വിളിയാളം കേൾക്കുമ്പോൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ശഹവാത്തുകൾ മാറ്റിവെച്ചുകൊണ്ട്, ലോകത്തിന്റെ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിളിയിലേക്ക്, അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ പള്ളികളിലേക്ക് നടന്നു പോകുന്ന മുഅ്മിനീങ്ങൾ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് കഠിനമായ സ്നേഹമുള്ളത്. സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടം, ഈ ഒരു സീസൺ, ഈ ദിവസങ്ങൾ പല ആളുകളും ഫിത്നയിലായി പോകുന്ന ദിവസങ്ങളാണ്. പല കുട്ടികളും, പല സലഫികളുടെ മക്കളും നാം അറിഞ്ഞത് വെച്ച് അവർക്കിതിന്റെ സ്വാധീനമുണ്ട്. പല മർക്കസുകൾ പഠിക്കുന്ന കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള കളികളിൽ, മത്സരങ്ങളിൽ, ആ മത്സരങ്ങളുമായി ബന്ധപ്പെട്ടും കളിക്കാരുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുന്ന അത്തരത്തിലുള്ള സ്വാധീനം അവർക്കുണ്ട്. അവർ ഈ കളിയെ ചെറുതായി ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ഈ കളി കളിക്കുന്നതും കൊണ്ടോ അതൊന്നുമല്ല നമ്മുടെ വിഷയം. അവർക്ക് കളിക്കാം, കളിക്കേണ്ട പ്രായമാണ്. അതുപോലെ തന്നെ അവർക്ക് കളി ഇഷ്ടപ്പെടാം, അതൊന്നുമല്ല തടസ്സം, അതൊന്നുമല്ല നമ്മുടെ വിഷയം. മറിച്ച് ഈ വിനോദം, ഈ മത്സരങ്ങൾ, ഈ മത്സരവും ഇതിന്റെ കളിക്കാരും അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ഇതിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ചില നമ്മുടെ അഖീദയെ ബാധിക്കുന്ന, നമ്മുടെ ദീനിന്റെ അടിസ്ഥാനങ്ങളെ ബാധിക്കുന്ന, നമ്മുടെ ആദർശത്തെ ബാധിക്കുന്ന, നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ അഖീദക്ക് പുഴുക്കുത്തേൽപ്പിക്കുന്ന, വിശ്വാസത്തിന് പൊള്ളയേൽപ്പിക്കുന്ന ചില ഭാഗങ്ങൾ ഈ മത്സരങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് പല ആളുകൾക്കും മനസ്സിലാവാത്ത കാര്യമാണ്. പല വിദ്യാർത്ഥികളും, പല മർക്കസുകളിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികളും ഈ ഒരു കളിയുടെ പിന്നാലെ പോയി അത്തരത്തിൽ അവർക്ക് ദീൻ മടുപ്പുണ്ടാക്കുന്ന, ദീനീ പഠനം മടുപ്പുണ്ടാക്കുന്ന, ഇതിനോട് കൂടുതൽ തൽപരരാകുന്നൊരവസ്ഥ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാറുണ്ട്. ഇതുവരെ കളി എന്താണെന്നറിയാത്ത, കളിക്കാരെ അറിയാത്ത ചില വിദ്യാർത്ഥികൾ അവർ കളിക്കാരെ മനസ്സിലാക്കുന്ന, കളി എന്താണെന്ന് മനസ്സിലാക്കുന്ന, അതിലാകാംക്ഷയിൽ ഊറിയിറങ്ങുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നമ്മുടെ ദീനിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ മക്കളെ, നമ്മുടെ യുവാക്കളെ, നമ്മുടെ അനിയന്മാരെ അവർക്ക് ഇതിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുവാനും മനസ്സിലാക്കി കൊടുക്കലും അത് നമ്മുടെ ബാധ്യതയാണ്.
സഹോദരങ്ങളെ, അള്ളാഹുവിനോട് കൂറു പുലർത്താത്ത, അള്ളാഹുവിൽ ശരിയാവണ്ണം വിശ്വസിക്കാത്ത, പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ, അവരെ പുകഴ്ത്തുക, അവരെ ചില വേളയിൽ ചില ആളുകൾ അവർക്ക് അറിഞ്ഞുകൂടാതെയായിരിക്കും പല വാക്കുകൾ കൊണ്ടും പുകഴ്ത്തി, അവരെ പുകഴ്ത്തുന്നതിലപ്പുറത്ത് അവർ ഞങ്ങളുടെ ദൈവങ്ങളാണെന്ന് പറയുന്ന അവസ്ഥകൾ വരെ മുസ്ലിം യുവാക്കൾക്കുണ്ടാകാറുണ്ട്. അള്ളാഹുവിലും പരലോകത്തിലും യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാത്ത ഈ ആളുകൾ ഞങ്ങളുടെ ആളുകളാണ്, ഇവർ മഹത്വവൽക്കരിക്കപ്പെടേണ്ട ആളുകളാണ്, ഇവർ എന്തൊക്കെയോ സംഭവങ്ങളാണെന്ന് നമ്മുടെ മക്കൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ പിന്നെന്താണ് നമ്മുടെ ആദർശത്തിന്റെ പ്രസക്തി? പരലോക വിശ്വാസികളായ നമ്മൾ പിന്നെന്തിനാണ് പരലോകമുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നത്? പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ഈ ആളുകളെ അത്തരത്തിൽ വാഴ്ത്തപ്പെടേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? നമ്മുടെ മക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഫിത്നകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കലും ഈ കളിയെ അത് കളിക്കണ്ട എന്നോ അതുപോലെ തന്നെ അത് തീരെ പാടില്ല എന്നോ അതിനെ ഇഷ്ടപ്പെടേണ്ട ഒന്നുമല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മറിച്ച് ഇത്തരത്തിലുള്ള വിനോദങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന ദീനിനെ ബാധിക്കുന്ന, അഖീദയെ ബാധിക്കുന്ന, ദീനിന്റെ അടിസ്ഥാനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ അതൊരിക്കലും സലഫികൾക്കുണ്ടായിക്കൂടാ, സലഫികളുടെ മക്കൾക്കുണ്ടായിക്കൂടാ, മുസ്ലിമീങ്ങൾക്കുണ്ടായിക്കൂടാ എന്നുള്ള നസീഹത്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ശത്രുക്കൾക്ക് മേലെ അവർക്ക് പ്രതാപം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.